ഈ യൂട്യൂബ് ചാനലിൽ മുൻപ് പ്രക്ഷേപണം ചെയ്ത മെട്രോ വേഴ്സസ് ബസ്സസ് എന്ന വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. ഈ വീഡിയോയുടെ ആദ്യ ഭാഗം കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്ന് റോഡ് വികസിപ്പിക്കുമ്പോൾ എത്ര സ്വകാര്യ വാഹനങ്ങൾ ഒരു റോഡിലൂടെ നിശ്ചിത സമയത്തിനുള്ളിൽ കടത്തിവിടാനാകും എന്നാണ് പ്രധാനമായും റോഡ് ഡിസൈനേഴ്സ് ചിന്തിക്കുന്നത്. അതനുസരിച്ചാണ് റോഡിൻ്റെ കപ്പാസിറ്റി തീരുമാനിക്കുന്നത്. അതിനാൽ തന്നെ പൊതുഗതാഗതം തഴയപ്പെടുന്നു. ലക്ഷ്യസ്ഥാനത്തേക്ക് മഴ നനയാതെ ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടാൻ കാർ അല്ലെങ്കിൽ ബൈക്ക് ഇന്നൊരു ആർഭാടത്തേക്കാൾ അധികം ഒരു ആവശ്യമായി മാറിയിരിക്കുന്നു. കൂടുതൽ സ്വകാര്യ വാഹനങ്ങളെ ഉൾക്കൊള്ളിക്കാനായി നടപ്പാതകൾ ഇല്ലാതാക്കുന്നു, റോഡുകൾക്ക് വീതി കൂട്ടുന്നു. പക്ഷേ ട്രാഫിക് ജാം ഇല്ലാതാകുന്നുമില്ല. അതിൻ്റെ കാരണം നമുക്ക് നോക്കാം. 4 മീറ്റർ നീളവും 1.8 മീറ്റർ വീതിയും ഉള്ള ഒരു കാർ ശരാശരി 2 പേരുമായി പോകുന്നു എന്ന് സങ്കല്പിക്കുക. ഈ വാഹനം റോഡിൻ്റെ 7.2 സ്ക്വയർ മീറ്റർ സ്ഥലം ഒരു സമയത്ത് ഉപയോഗിക്കുന്നു. ഇതേപോലത്തെ 4 വാഹനങ്ങൾ 8 യാത്രക്കാരെ വഹിക്കാൻ റോഡിൽ ഉപയോഗിക്കുന്ന സ്ഥലം ഏകദേശം 30 സ്ക്വയർ മീറ്ററിലും കൂടുതൽ. ഇനി സ്കൂട്ടർ ഉപയോഗിക്കുന്ന സ്ഥലം നമുക്ക് നോക്കാം. 2 മീറ്റർ നീളവും 0.8 മീറ്റർ വീതിയുമുള്ള ഒരു സ്കൂട്ടർ ഏകദേശം 2 ചതുരശ്ര മീറ്റർ സ്ഥലം ഉപയോഗിക്കുന്നു. 2 ടൂ വീലറുകളിലായി 3 പേർ യാത്ര ചെയ്യുകയാണെങ്കിൽ 22 പേർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി വരുന്നത് 30 ചതുരശ്ര മീറ്റർ. 12 മീറ്റർ നീളവും 2.5 മീറ്റർ വീതിയുമുള്ള ഒരു ബസ് ഉപയോഗിക്കുന്നതിനേക്കാൾ അധികം. ബസ്സിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം 50 ആണെങ്കിൽ കാറിൽ പോകുന്നവർ വെറും 8 പേർ മാത്രം. ബൈക്കാണെങ്കിൽ ഏകദേശം 23 പേർ. കണക്കുകൾ തെളിയിക്കുന്നത് ബസ്സുകളാണ് ട്രാഫിക് ജാമിനുള്ള പരിഹാരം എന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് ആളുകൾ ബൈക്ക് അല്ലെങ്കിൽ കാർ തിരഞ്ഞെടുക്കുന്നു? കാരണം ആവശ്യത്തിന് ബസ്സുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ. ഉള്ള സർവീസുകളാണെങ്കിലോ ഡോറിൽ തൂങ്ങി നിന്ന് പോകേണ്ട അവസ്ഥ. മെട്രോ റെയിലിൻ്റെ കാര്യം പറയുകയും വേണ്ട. സമയം നഷ്ടം, നിരക്കും കൂടുതൽ. ആളുകൾ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങണമെങ്കിൽ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയവും പണവും ഉപയോഗിച്ച് ബസ്സുകളിൽ യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റണം. ഇത് സാധ്യമാകണമെങ്കിൽ ആദ്യം ബസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ചുരുങ്ങിയ പക്ഷം ബസ്സുകളുടെ എണ്ണം കുറയാനെങ്കിലും പാടില്ല. പക്ഷേ 2000-ൽ 10,000 ആളുകൾക്ക് 13 ബസ് എന്നതിൽ നിന്നും 2023 ആയപ്പോഴേക്കും 10,000 ആളുകൾക്ക് 3 ബസ്സുകൾ എന്ന നിലയിലേക്ക് കേരളത്തിലെ ബസ് സർവീസുകൾ ചുരുങ്ങി. 2013-ൽ കേരളത്തിൽ 24,500 ബസ്സുകളിലായി ഏകദേശം 1,32,00,000 യാത്രക്കാർ യാത്ര ചെയ്തിരുന്നു. 2018-ൽ ബസ്സുകളുടെ എണ്ണം 18,562 കുറഞ്ഞു. കോവിഡ് മഹാമാരിക്ക് ശേഷം 2023-ലെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഇന്ന് 11,500 ബസ്സുകളിലായി 64 ലക്ഷം യാത്രക്കാർ ദിവസേന യാത്ര ചെയ്യുന്നു. ഒരു ദിവസം മെട്രോ റെയിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ 64 ഇരട്ടി ആളുകൾ. ബസ്സുകളിൽ വന്ന കുറവും സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗവും വാഹനാപകടങ്ങൾ കൂട്ടാൻ ഇടയാക്കി. കേരളത്തിൽ 2013-ൽ 37,204 അപകടങ്ങൾ ഉണ്ടായി. 2018-ൽ ഇത് 40,000-ന് മുകളിൽ. 2023-ൽ ഇത് 48,091. 2013-18 കാലയളവിലെ അപകടങ്ങളുടെ എണ്ണത്തിൽ വന്ന വർധന 8% 2018 മുതൽ 2023 വരെയുള്ള കാലയളവിൽ ഇത് 20% മാറി. മരണനിരക്കും പരിക്കേറ്റവരുടെ എണ്ണവും സമാനമായി കൂടിയിട്ടുണ്ട്. ആളുകൾ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപേക്ഷിച്ചാൽ അപകടങ്ങളും മരണവും കൂടും എന്ന് ഉറപ്പ്. പക്ഷേ പൊതുഗതാഗതം ആളുകൾ ഉപയോഗിക്കണമെങ്കിൽ ആദ്യമായി കൂടുതൽ ബസ്സുകൾ ഓടിക്കണം. രണ്ടാമതായി സമയക്രമം പാലിക്കണം. KSRTC ബസ്സുകളിൽ ഇപ്പോൾ നൽകുന്ന ലൈവ് ട്രാക്കിംഗ് സംവിധാനങ്ങൾ എല്ലാ ബസ്സുകളിലേക്കും വ്യാപിപ്പിക്കണം. ഓരോ ബസ്സും ലൈവായി ട്രാക്ക് ചെയ്യാൻ സാധിക്കണം. ട്രിപ്പ് മുടങ്ങുകയാണെങ്കിൽ നേരത്തെ അറിയാൻ സാധിക്കണം. ഒരു മൊബൈൽ ആപ്പ് വഴി ഇത് സാധ്യമാണ്. ചലോ, എക്സ്പ്ലോർ, ബസ്സസ് എന്നിങ്ങനെയുള്ള ചില വെബ്സൈറ്റുകളിലും ആപ്പുകളിലും ഇന്ന് ഇവ അവൈലബിൾ ആണ്. എങ്കിലും ഇവ മുഴുവനായി വിശ്വാസയോഗ്യത നേടിയിട്ടില്ല. അതേപോലെ തന്നെ ട്രെയിൻ ടൈം ടേബിൾ നമുക്ക് ലഭിക്കുന്നത് പോലെ ഓരോ സർവീസും ഏതൊക്കെ സ്റ്റോപ്പിൽ എപ്പോഴൊക്കെ എത്തും എന്നറിയാൻ പറ്റണം. ഇവയുടെ വിശദാംശങ്ങൾ ഓരോ ബസ് സ്റ്റോപ്പിലും ആളുകൾ അറിയുന്നതിനായി ഉണ്ടായിരിക്കണം. സമയത്ത് ഒരിടത്ത് എത്തുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആളുകൾ ബസ്സുകൾ കൂടുതലായി ഉപയോഗിക്കും. പക്ഷേ പരമാവധി ആളുകളെ ബസ്സുകളിലേക്ക് എത്തിക്കണമെങ്കിൽ നല്ല യാത്രാ സൗകര്യങ്ങൾ നൽകണം. ഓരോ ആളുകൾക്കും വേണ്ട യാത്രാ സൗകര്യങ്ങൾ വ്യത്യസ്തമാണ്.
ചിലർക്ക് ശീതീകരിച്ച വാഹനങ്ങളിൽ യാത്ര ചെയ്യാനാണ് താല്പര്യം. ചിലർക്ക് എയർ കണ്ടീഷനിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. കേരളത്തിലെ കാലാവസ്ഥ കണക്കിലെടുക്കുകയാണെങ്കിൽ മഴ നനയാതെ ബസ്സിലേക്ക് കയറാനും ഇറങ്ങാനും വേണ്ട രീതിയിൽ ബസ് സ്റ്റോപ്പുകൾ നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം പ്രായമായ ആളുകൾ കൂടി വരുന്ന സ്ഥലമാണ് കേരളം. ബസ്സുകളിലേക്ക് എളുപ്പത്തിൽ കയറാനും ഇറങ്ങാനും ചെറിയ ഉയരത്തിലുള്ള പ്ലാറ്റ്ഫോം എല്ലാ ബസ് സ്റ്റോപ്പിലും നിർമ്മിക്കാൻ സാധിച്ചാൽ അത് എല്ലാവർക്കും ഉപകരിക്കും. സമയക്രമം, യാത്രാ സൗകര്യങ്ങൾ എന്നിവയ്ക്ക് പുറമെ യാത്രാ സമയം കുറയ്ക്കാനായി എന്ത് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഒരാൾക്ക് ഇടപ്പള്ളി ടൗണിൽ നിന്നും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യണം എന്നിരിക്കട്ടെ. അദ്ദേഹം ആദ്യം സ്റ്റോപ്പിൽ വരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സിൽ കയറുന്നു. ആലുവയിലേക്ക് ടിക്കറ്റ് എടുക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ എത്തണം എന്ന് പറയുന്നു. അപ്പോൾ കണ്ടക്ടർ പറയുന്നു, ചേട്ടാ, ബസ് ബൈപ്പാസ് വഴിയാണ് പോകുന്നത്, റെയിൽവേ സ്റ്റേഷനിൽ പോകില്ല എന്ന്. ഇദ്ദേഹം ആലുവ ബൈപ്പാസിൽ ഇറങ്ങി അടുത്ത ബസ്സിൽ കയറി വീണ്ടും 13 രൂപ മുടക്കി റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യുന്നു. സൂപ്പർഫാസ്റ്റ് ബസ്സിന് പകരം ഒരു ഫാസ്റ്റോ, ലിമിറ്റഡ് സ്റ്റോപ്പോ ഓർഡിനറി ബസ്സിനോ യാത്ര ചെയ്തിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് നേരിട്ട് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ സാധിക്കുമായിരുന്നു. ഇനി ഇടപ്പള്ളിയിൽ നിന്നും അങ്കമാലിയിലേക്ക് ഒരാൾ ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യുന്നു എന്നിരിക്കട്ടെ. ഇദ്ദേഹം ആലുവയിലെത്തുമ്പോൾ ആലുവ മാർക്കറ്റിൽ നിന്നും ബസ് നഗരത്തിനുള്ളിലേക്ക് കയറി നഗരം മൊത്തം ചുറ്റി സഞ്ചരിച്ച് തിരിച്ച് ആലുവ മാർക്കറ്റിൽ തന്നെ എത്തുമ്പോൾ എടുക്കുന്ന സമയം 10 തൊട്ട് 15 മിനിറ്റ് വരെ. എല്ലാ ബസ്സുകളും ബസ് സ്റ്റാൻഡിൽ കയറണം എന്നുള്ളത് കൊണ്ട് തന്നെ സൂപ്പർഫാസ്റ്റ് ഒഴികെയുള്ള അങ്കമാലി സൈഡിലേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും ഒരു 10-20 മിനിറ്റ് ആലുവയിൽ കൂടെ തന്നെ ചുറ്റിക്കറങ്ങും. ആലുവ മാർക്കറ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി അടുത്ത ബസ് കയറിയാൽ ഒരു 10 മിനിറ്റ് ലാഭിക്കാം. പക്ഷേ യാത്രാ നിരക്ക് കൂടുതൽ നൽകേണ്ടി വരും. എന്താണ് പരിഹാരം? നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഒന്ന് നോക്കാം. യൂറോപ്യൻ രാജ്യങ്ങളിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കാനായി ഒരു കോമൺ കാർഡ് എടുക്കാൻ സാധിക്കും. ഉദാഹരണമായി ഇറ്റലിയിലെ റോമ നഗരത്തിൽ കൂടെ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കാർഡാണിത്. ഈ കാർഡിൻ്റെ വില 250 യൂറോ, ഏകദേശം 25,000 രൂപ. ഈ കാർഡിൻ്റെ ഉടമയ്ക്ക് റോമിലെ പൊതുഗതാഗത മാർഗങ്ങൾ ഒരു വർഷം എത്ര തവണ വേണമെങ്കിലും ഉപയോഗിക്കാം. പൊതുഗതാഗത മാർഗങ്ങളായ ട്രാം, ബസ്, മെട്രോ, ട്രെയിൻ എന്നീ 4 മാർഗങ്ങളും ഉപയോഗിക്കാൻ ഒരൊറ്റ കാർഡ് മതി. ഒരു കോമൺ കാർഡ് ഉപയോഗിച്ച് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആളുകൾക്ക് ചില്ലറ തപ്പി നടക്കേണ്ട, ഒരേ കാർഡ് ഉപയോഗിച്ചാൽ മതി. അത് മാത്രമല്ല, മുൻപ് പറഞ്ഞ ഉദാഹരണത്തിൽ ഇടപ്പള്ളിയിൽ നിന്നും അങ്കമാലിയിലേക്ക് പോകുന്ന ബസ്സുകൾക്ക് ടൗണിൽ കയറാതെ യാത്ര ചെയ്യാം. ടൗണിലേക്ക് പോകേണ്ട ആളുകൾക്ക് മാർക്കറ്റ് ജംഗ്ഷനിൽ ഇറങ്ങി അടുത്ത ബസ്സിൽ കയറി ഇതേ കാർഡ് ഉപയോഗിച്ച് കൂടുതൽ പണം നൽകാതെ യാത്ര ചെയ്യാൻ സൗകര്യം ഒരുക്കിയാൽ മതിയാകും. അല്ലെങ്കിൽ ആലുവ വരെ എടുക്കുന്ന ടിക്കറ്റിലെ സമയം നോക്കി അതേ ടിക്കറ്റ് ഉപയോഗിച്ച് ആലുവ ബസ് സ്റ്റാൻഡിലേക്ക് അധിക പണം നൽകാതെ യാത്ര ചെയ്യാനുള്ള അനുവാദം നൽകിയാലും മതി. ഇങ്ങനെ ചെയ്താൽ ബസ്സുകളുടെ വരുമാനം കുറഞ്ഞേക്കാം എന്ന് ചിലർ പറഞ്ഞേക്കാം. പക്ഷേ ഓരോ ബസ്സും ടൗൺ ചുറ്റി കറങ്ങി വരുന്ന ചിലവും സമയവും കുറയും. ദൂരയാത്രക്കാർക്ക് സൗകര്യം, ദൂരയാത്ര ചെയ്യുന്ന വാഹനങ്ങളുടെ ഇന്ധനവും ലാഭവും. ടൗണിൽ കയറുന്ന ബസ്സുകളുടെ എണ്ണം കുറയുന്നത് കൊണ്ട് തന്നെ അതുമൂലമുണ്ടാകുന്ന ട്രാഫിക് ടൗണിൻ്റെ ഉള്ളിൽ കുറയുകയും ചെയ്യും. ഹൈവേയിൽ നിന്ന് മാറി ബസ് സ്റ്റാൻഡിലേക്ക് കയറി തിരികെ എത്തുന്ന ഒരുപാട് ഡിപ്പോകളിൽ ഇങ്ങനെ ചെയ്താൽ വാഹനങ്ങളുടെ ഇന്ധനവും യാത്രക്കാരുടെ സമയവും പണവും ലാഭിക്കാൻ സാധിക്കും. വൈറ്റില, പെരുമ്പാവൂർ, അങ്കമാലി, ചാലക്കുടി, പുതുക്കാട്, തൃശ്ശൂർ, പാലക്കാട് എന്നീ റൂട്ടുകളിലെല്ലാം ഈ പറഞ്ഞ കാര്യം ബാധകമാണ്. യാത്രാ നിരക്ക്. ഇനി നമ്മുടെ പൊതുഗതാഗത സംവിധാനങ്ങളുടെ നിരക്ക് യൂറോപ്യൻ രാജ്യങ്ങളുമായി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഇറ്റലിയിലെ റോമ നഗരത്തിൽ പൊതുഗതാഗത മാർഗങ്ങൾ ഒരു വർഷം എത്ര തവണ വേണമെങ്കിലും ഉപയോഗിക്കാനുള്ള നിരക്ക് 250 യൂറോ, അതായത് ഏകദേശം 25,000 രൂപ. ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യമായ ലാറ്റ്വിയയുടെ തലസ്ഥാനമായ റീഗ നഗരത്തിൽ കൂടെ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കാർഡാണിത്. ഈ കാർഡിൻ്റെ വില 30 യൂറോ, ഏകദേശം 3,000 രൂപ. ഈ കാർഡ് ഉപയോഗിച്ച് റിഗയിലെ ബസ്സുകളിലും ട്രാമുകളിലും എത്ര തവണ വേണമെങ്കിലും ഒരു മാസം യാത്ര ചെയ്യാം. ലക്സംബർഗ് എന്ന കുഞ്ഞൻ യൂറോപ്യൻ രാജ്യം ട്രാഫിക് ബ്ലോക്ക് കുറയ്ക്കാനായി എല്ലാ പൊതുഗതാഗത മാർഗങ്ങളും സൗജന്യമാക്കി. ടൂറിസ്റ്റുകൾക്കും റെസിഡൻസിനും ഇത് ബാധകമാണ്. ഇനി ആലുവ മുതൽ വൈറ്റില വരെ എല്ലാ ദിവസവും മെട്രോയിൽ യാത്ര ചെയ്യുന്ന ഒരാളുടെ ചിലവ് നമുക്ക് പരിശോധിക്കാം. KMRL മെട്രോ കാർഡ് ഉപയോഗിച്ചാൽ 48 രൂപയാണ് ഒരു സൈഡിലേക്കുള്ള യാത്രാ നിരക്ക്. ഒരു ദിവസം 96 രൂപ. ഒരു മാസം 25 പ്രവൃത്തി ദിനങ്ങൾ ഉണ്ടെങ്കിൽ മൊത്തം ചെലവ് 96 × 25 2400 രൂപ. കേരളത്തിൽ പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കാനുള്ള നിരക്ക് യൂറോപ്പിലും അധികം. സൗകര്യങ്ങളോ 3ാം ലോക മഹാരാജ്യത്തേക്കാൾ കഷ്ടം. അടുത്തതായി റവന്യൂ ഷെയറിംഗ്. ബസ്സുകളുടെ മത്സരോട്ടം തടയാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് റവന്യൂ ഷെയറിംഗ് അല്ലെങ്കിൽ വരുമാനം പങ്കുവെക്കൽ. ഒരു ജില്ല അല്ലെങ്കിൽ ഒരു ടൗണിൽ ഓടുന്ന ബസ്സുകൾ തമ്മിൽ മുഴുവൻ ലഭിക്കുന്ന വരുമാനം തുല്യമായോ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ചെലവിന് ആനുപാതികമായോ പങ്കുവെക്കുക എന്ന രീതിയാണ് ഇത്.
ഇന്ന് ടിക്കറ്റിംഗ് മെഷീൻ ഉപയോഗിച്ച് ടിക്കറ്റ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഓരോ വാഹനത്തിൻ്റെ മൊത്തം കളക്ഷൻ മെഷീനിലൂടെ അറിയാൻ സാധിക്കും. ഉദാഹരണത്തിന് വൈറ്റില മുതൽ എടപ്പള്ളി വരെ ഒരു ദിവസം 10,000 ആളുകൾ 25 ബസ്സിലായി യാത്ര ചെയ്തു എന്നിരിക്കട്ടെ. ഒരാൾ 20 രൂപ എന്ന കണക്കിൽ മൊത്തം കളക്ഷൻ 2 ലക്ഷം രൂപ. ഈ വരുമാനം ഈ റൂട്ടിലോടുന്ന 25 ബസ്സുകൾക്കായി പകുത്തു നൽകുക. അതായത് 2 ലക്ഷം ഡിവൈഡഡ് ബൈ 25 8,000 രൂപ ഓരോ വാഹനത്തിനും. ഇതുവഴി ബസ്സുകൾ മത്സരയോട്ടം മുഴുവനായും അവസാനിപ്പിക്കും. ഏത് ബസ്സിൽ കയറിയാലും വരുമാനം ഒരുപോലെ. പിന്നെ എന്തിനു മത്സരിക്കണം? സീറ്റുള്ള ബസ് പുറകെ ഉണ്ടെങ്കിൽ അതിൽ കയറിക്കൊള്ളാൻ മുൻപേ പോകുന്ന ബസ്സുകാർ പറയും. എല്ലാ യാത്രക്കാർക്കും, കാൽനടക്കാർക്കും, ബസ് തൊഴിലാളികൾക്കും, മറ്റു വാഹനങ്ങൾ ഓടിക്കുന്നവർക്കും ഇതുകൊണ്ട് ഗുണമേ ഉണ്ടാകൂ. അടുത്തതായി BRTS അല്ലെങ്കിൽ ബസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. ഇന്ത്യയിലെ ചില നഗരങ്ങളിലും പല വിദേശ രാജ്യങ്ങളിലും ഉള്ള ഒരു സംവിധാനമാണ് BRTS അല്ലെങ്കിൽ BRT. ലളിതമായി പറഞ്ഞാൽ 4 ലെയിനുള്ള റോഡിൽ ഒരു ലെയിൻ ഇരുവശത്തും ബസ്സുകൾക്ക് മാത്രം യാത്ര ചെയ്യാനായി ഒഴിച്ചിടുക. ജംഗ്ഷനുകളിൽ ബസ്സുകൾക്ക് മുൻഗണന നൽകുക. മറ്റുള്ള സംവിധാനങ്ങളെ അപേക്ഷിച്ച് BRT സിസ്റ്റംസിന് ചിലവ് വളരെ കുറവാണ്. ട്രാക്കുകൾ വേണ്ട, ബസ് ഡ്രൈവർമാരെ ട്രെയിൻ ചെയ്യാൻ ചിലവ് കുറവാണ്. നിലവിലുള്ള റോഡുകൾ തന്നെ ഉപയോഗിച്ച് വാഹനങ്ങൾക്ക് സർവീസ് നടത്താനും സാധിക്കും. ബസ്സിൻ്റെ റൂട്ടുകൾ ആവശ്യമെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിമാൻഡ് അനുസരിച്ച് മാറ്റാനും സാധിക്കും. തിരക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് സർവീസ് നടത്താനും സാധിക്കും. ഇനി കൂടുതൽ ബസ് സർവീസുകൾ വന്നാൽ അത് എങ്ങനെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം.